RDX റോബർട്ട് ഡോണി സേവിയർ. മോനെ, ഒരു രക്ഷയുമില്ല. വലിയ പ്രൊമോഷനും ഹൈപ്പും ഒന്നുമില്ലാതെ സൈലന്റായി ഈ ഓണക്കാലത്ത് തിയേറ്ററിലെത്തിയ തീപ്പൊരി ഐറ്റം. പണിക്ക് പണി, മറുപടി എന്നതിനപ്പുറം പടത്തിൽ വെറൈറ്റി കഥയൊന്നുമില്ല. എന്നാലോ ഒരു കൊലമാസ് ഐറ്റമാണ് നവാഗത സംവിധായകനായ നഹാസ് ഹിദായത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. മേക്കിങ്ങിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സംവിധാനം എന്ന് തന്നെ പറയാം. കൂടെ KGF, വിക്രം എന്നീ സിനിമകൾക്ക് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത അൻപറിവിന്റെ തകർപ്പൻ ആക്ഷൻ രംഗങ്ങളും ചങ്കിടിപ്പേറുന്ന BGMുമായി സാം CS ഒന്നിച്ചപ്പോൾ വെടിക്കെട്ടിന് തീ കൊളുത്തിയ അവസ്ഥയായിരുന്നു. ക്ലൈമാക്സിൽ മലയാളത്തിന്റെ എവർഗ്രീൻ ആക്ഷൻ സ്റ്റാർ ബാബു ആന്റണിയുടെ ഒരു മാസ് ഐറ്റം കൂടിയായപ്പോൾ തീരുമാനമായി. മാസ് കാണിക്കാൻ നെടുനീടൻ ഡയലോഗില്ല, ചെവി പൊട്ടിക്കുന്ന BGM ഇല്ല, പക്ഷേ ഹൈ വോൾട്ടേജ് ഇടിയുണ്ട്. അതിലേക്ക് എത്തിക്കുന്ന സീനുകളുടെ ഇമ്പാക്റ്റ് ആണ് ഓരോ ആക്ഷൻ സീക്വൻസുകളും മാസാക്കുന്നത്. തല്ലിന്റെ കാര്യത്തിൽ ആന്റണി വർഗീസ് പെപ്പയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളെ ഞെട്ടിച്ചത് ഷെയ്ൻ നിഗവും നീരജ് മാധവുമാണ്. നെഞ്ചക്ക് ഉപയോഗിച്ചുള്ള നീരജ് മാധവിന്റെ ആക്ഷൻ രംഗങ്ങൾ അത്യുഗ്രൻ. ഒരു ബോട്ടിലുള്ള ഷെയ്ൻ നിഗത്തിന്റെ ഫൈറ്റ് രംഗം ചിത്രീകരിച്ചിരിക്കുന്ന രീതി എടുത്തു പറയേണ്ടത് തന്നെയാണ്. സിനിമ കണ്ടിരിക്കുന്ന നമ്മൾക്ക് കഥയോട് വൈകാരിക അടുപ്പമൊന്നും ഉണ്ടാകില്ല എന്നതാണ് ചിത്രത്തിന്റെ ചെറിയൊരു പോരായ്മ. എന്നാൽ പടം നിറയെ അടിയായതിനാൽ കഥയിലേക്ക് കാര്യമായി നോക്കേണ്ടതില്ല. എന്നാൽ പോലും അനാവശ്യമായി തിരികെ കയറ്റിയ ഫൈറ്റ് രംഗങ്ങൾ ഒന്നും തന്നെ സിനിമയിലില്ല എന്ന് തന്നെയാണ് RDX എന്ന സിനിമയുടെ എടുത്തു പറയേണ്ട സവിശേഷത. കഥയ്ക്ക് ആവശ്യമായ സ്ഥലത്ത് കൃത്യമായ രീതിയിലാണ് ആക്ഷൻ സീക്വൻസുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലൈമാക്സ് ഫൈറ്റ് പ്രേക്ഷകർക്ക് ആവേശകരമായ തിയേറ്റർ അനുഭവം തന്നെ നൽകും. KGFലും വിക്രത്തിലും ഒരുക്കിയ സംഘടനകളിൽ നിന്ന് വേറിട്ടൊരു രീതി പരീക്ഷിച്ച അൻപറിവിന് പിഴച്ചില്ല. സിനിമയുടെ ആദ്യ പകുതി ഒരു മെല്ലപ്പോക്കിൽ തുടങ്ങി വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് പടം എന്ന രീതിയിൽ വിലയിരുത്തി നിൽക്കുമ്പോൾ രണ്ടാം പകുതി ആ ചിന്തകളെ തകർത്തെറിഞ്ഞ് പിന്നീട് അങ്ങോട്ട് RDX ടീം ആറാടുകയായിരുന്നു. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ വന്ന് ഈ ഓണം RDX അങ്ങ് തൂക്കിയെന്ന് 100% ഉറപ്പിച്ചു പറയാം. ഷെയ്ൻ നിഗവും പെപ്പയും നീരജും പിന്നെ ബാബു ആന്റണി, ലാൽ, ഐമ റോസ്മി, ബൈജു തുടങ്ങിയവരും പേരറിയാത്ത കുറെ നടന്മാരുമെല്ലാം ചേർന്ന് ഈ ഓണത്തിന് പൂക്കളമിടുന്നതിന് പകരം ഇടിയുടെ പൂക്കാലമാണ് മലയാളത്തിന് തന്നിരിക്കുന്നത്. അന്യഭാഷാ ആക്ഷൻ ചിത്രങ്ങൾ അരങ്ങു തകർക്കുന്നതിനിടെ മലയാളത്തിലും അങ്ങനെയൊരു സിനിമകളുടെ വെടിക്കെട്ടിന് തിരികൊളുത്താൻ കയ്യിൽ മരുന്നുള്ള സംവിധായകനാണ് താനെന്ന് നഹാസ് ഹിദായത്ത് തെളിയിച്ചിരിക്കുന്നു. കൂടുതൽ സിനിമ റിവ്യൂകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ഒന്ന് പറയുക.